അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ എത്ര പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് സെയിം ഇമേജ് കിട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രോംപ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ വേറൊരു ടൂളിൽ പോയിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഇമേജ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഈ ടൂൾ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം പേസ്റ്റ് ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഇമേജസും ഡിഫറെന്റ് ആയിരിക്കും. കാരണം അതിൽ ഷർട്ട് മാറും, പട്ടി മാറും, ബാക്കിലുള്ള ആൾക്കാരുടെ ഇത് മാറും, അങ്ങനെയൊക്കെ മാറും. ബട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഈ പറഞ്ഞ മാതിരി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മാനുവലി ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറെ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമൈസ് GPT യൂസ് ചെയ്തത്. ഈ പ്രോംപ്റ്റ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്, പേസ്റ്റ് ചെയ്തു. നോക്കിയേ എന്തോരം ഡീറ്റെയിൽഡ് ആണ്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് നോക്കിയറിയാം, ഇതില് കുറെ കാര്യങ്ങള് ചാറ്റ് GPT തന്നെ ഇത് എന്താ പറയാ പ്രോംപ്റ്റ് ഉണ്ടാക്കാൻ തന്നെ വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തൊരു കസ്റ്റമൈസ് GPT ആണ്. അപ്പൊ ഇതില് നോക്കുകയാണെങ്കിൽ 45-year-old man standing on a tropical beach during a golden sunset hour. Centered in the frame near short line, the man is warm olive tan skin, അതായത് സ്കിന്നിന്റെ ടെക്സ്ചർ, പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ പോൾസ്റ്ററിസ്റ്റിക്, അതായത് സ്കിൻ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ പറയാ ഷോർ വിത്ത് ഹൈലി ഡീറ്റെയിൽഡ് വാട്ടർ, അതായത് വെള്ളത്തിന്റെ കാര്യങ്ങള്, അതായത് ബീച്ചിലെ വെള്ളത്തിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാണ് ഇവിടെ. പിന്നെ ഡോഗ് സ്റ്റാൻഡ് ക്ലോസ് ടു ദ മാൻ ലുക്കിംഗ് ടുവേർഡ്സ് ദ ഹൊറൈസൺ, അതായത് ഡോഗിന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും, ഈവൻ എവറി സിംഗിൾ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഷോട്ട് ഒരു DSLR ക്യാമറയിൽ 85mm ലെൻസ് ഉപയോഗിച്ച് എടുത്തതാണ്. അങ്ങനത്തെ ഒരു ആ ഒരു ഇമേജ് എടുക്കണേന്റെ ഒരു സ്റ്റൈലും കൂടി ഇവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇനി കിട്ടിയ നിങ്ങൾ നോക്കൂ, നമുക്ക് രണ്ട് ഔട്ട്പുട്ട് ആയിരുന്നല്ലോ നമുക്ക് വേണമെന്നത്. ഈ രണ്ട് ഔട്ട്പുട്ട് നോക്കിയേ, സെയിം അല്ലേ? ഓൾമോസ്റ്റ് സിമിലർ ഔട്ട്പുട്ട്, സിമിലർ ക്യാരക്ടർ, സിമിലർ ഡ്രസ്, സിമിലർ പട്ടി, സൺസെറ്റ്, വെള്ളം, വെള്ളത്തിന്റെ ഒരു ഇത്, ബാക്കിലെ ആൾക്കാർ, എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെ തന്നെ നമുക്ക് പറയാല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റ് തൊട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു ഇമേജ് ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഒരു ബന്ധമില്ലാത്ത രണ്ട് ഇമേജ് വന്നു. സെക്കൻഡ് നമുക്ക് ഒരാള് പട്ടിയുടെ ഒപ്പം ബീച്ചിൽ വേണമെന്ന് പറഞ്ഞു, അതിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ബട്ട് തേർഡ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തപ്പോ നോക്കിയേ, അത്യാവശ്യം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു രണ്ട് ഇമേജസ് തന്നെ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റിംഗ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഇത്. അതായത് നമുക്ക് സീനുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഈ മനുഷ്യൻ കടലിലേക്ക് ഓടിച്ചാടി പോണ ഒരു സീൻ വേണമെന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ചാറ്റ് GPT അടുത്ത് പറയാം, ദ സെയിം സിമിലർ ഡീറ്റെയിൽഡ് ഫ്രോം വേർ ദ സെയിം ക്യാരക്ടർ ഈസ് റണ്ണിങ് ടുവേർഡ്സ് ദ ബീച്ച് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ സെയിം എന്താ പറയാ മനുഷ്യൻ, സെയിം ഔട്ട്ഫിറ്റ്, സെയിം കാര്യങ്ങളുള്ള ആള് വിത്തൗട്ട് ലൂസിങ് ദ സീൻ കൺസിസ്റ്റൻസി അയാള് കടലിലേക്ക് ഓടിപ്പോണ ഒരു സീൻ നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റും ഈ പറഞ്ഞ കസ്റ്റമൈസ് GPT യൂസ് ചെയ്യണതിന്റെ ഒരു റീസൺ. അതായത് നമുക്ക് എല്ലാം സീൻ ബൈ സീൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എവറി എലമെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഇത്. അപ്പൊ ഇമേജ് ജനറേഷന്റെ ഒരു ബേസിക് ഇത് നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കണം. അതായത് സീൻ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ പല ടൈപ്പ് ഓഫ് നമുക്ക് കൊടുക്കണ ഇൻപുട്ടിന്റെ വ്യത്യാസം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുള്ളത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു അൾട്രാ റിയലിസ്റ്റിക് ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു ഇമേജ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. സെയിം വേ നിങ്ങൾക്ക് കാർട്ടൂൺ ടൈപ്പ് ഇമേജസ് വേണം, അതായത് ഒരു കാർട്ടൂൺ, ഒരു ടോം ആൻഡ് ജെറിയോ അല്ലെങ്കിൽ പിക്സാർ സ്റ്റൈല് ഇതോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ഈ പറഞ്ഞ മാതിരി പ്രോംപ്റ്റ് എഞ്ചിനീയറിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് പറയാം, ഐ നീഡ് ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് വേർ വിത്ത് പിക്സാർ സ്റ്റൈൽ. നമുക്കറിയാം പിക്സാർ സ്റ്റൈൽ അനിമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിക്സാർ സ്റ്റൈൽ അനിമേഷൻ ഓഫ് എ കാറ്റ് ചേസിങ് എ
മൗസ്. ഇത്ര ഒരു പിക്സാർ സ്റ്റൈൽ ഒരു കാറ്റ് മൗസിനെ ചേസ് ചെയ്യണ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും അതിനുള്ള ഒരു പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ജസ്റ്റ് സിംപിളി കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാറ്റിന്റെ കളർ, അതായത് നമ്മുടെ ടോം ആൻഡ് ജെറി റെഫറൻസിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി റെഫറൻസിലുള്ള സെയിം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ കിട്ടും. നമ്മുടെ നേരത്തെ ആള് ബീച്ചിലേക്ക് ഓടുന്ന ഒരു സീൻ നമുക്ക് ഇവിടെ കിട്ടിയില്ല. സെയിം മാൻ, സെയിം സീൻ, സെയിം കൺസിസ്റ്റൻസി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പിക്സാർ സ്റ്റൈല് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ജസ്റ്റ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഞാൻ പല ടൈപ്പ് ഓഫ് ഇമേജസിന്റെ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ ഒരു ഇമേജിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.